BSNL ലാൻഡ് ഫോണുകൾ അപ്രത്യക്ഷമായി. അതിനൊപ്പം മറവിയിലാണ്ട ഒരു വിഭാഗമാണ് BSNL കാഷ്വൽ ലേബറേഴ്സ്. ഇവരായിരുന്നു അന്ന് പോസ്റ്റ് ഇടാൻ വരുന്നതും ലൈൻ നന്നാക്കാൻ വരുന്നതും ഫോൺ സ്ഥാപിക്കാൻ വരുന്നതുമൊക്കെ. അവരെ ഇപ്പോൾ BSNLനും വേണ്ടാതായി. എന്തൊക്കെ ജോലികളാണ് നിങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്? എൻ്റെ പേര് സനലെന്നാണ്. ഞാൻ 28-32 വർഷം വരെ ഇതിനകത്ത് BSNL ജോലി കുഴികൊത്തി പോസ്റ്റ് നിർത്തി വയർ വലിച്ച് ഈ ഫോൺ മെക്കാനിക് വരെ ചെയ്യുന്നവനാണ് ഞാൻ. ഓഫീസിൽ നിന്ന് ഇറക്കി തന്ന വർക്ക് നമ്മൾ വീട് വരെ എത്തിക്കുന്നത് നമ്മളാണ്. ഒരു 5000-ഓളം പേര് നമ്മൾ കേരളത്തിനകത്തുണ്ട്. ഇതിൽ ഇത്രയും പേര് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ കുറേശ്ശെ ഇവരിങ്ങനെ ശമ്പളം തരാതെയാക്കി ആദ്യം 2018-19 എല്ലാവരെയും അങ്ങ് പറഞ്ഞു വരണ്ട എന്ന് വാക്ക് മാത്രമാണ് അവരങ്ങ് പറയുന്നത്. നാളെ തൊട്ട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ് നമ്മളങ്ങ് നിർത്തി. അതോടുകൂടി നമ്മളെ കുടുംബങ്ങളെല്ലാം മൊത്തത്തിൽ പോയി നമ്മളെ ജീവിതം. എനിക്ക് 3 പിള്ളേരാണ്, 2 പെൺകുട്ടികളും ഒരു പയ്യനുമാണ്. ഒരു മോനാണെങ്കിൽ ആക്സിഡൻ്റായി അങ്ങനെ ഒരു കമ്പിയിട്ടൊക്കെ അങ്ങനെ കിടക്കുന്നതാണ്. 2 പെൺകുട്ടികളെ ഞാൻ വീട് വരെ ആധാർ 5 സെൻറ്റ് സ്ഥലവും ഒരു ചെറിയൊരു വീടുമാണ് കുറയാണ് എനിക്കുള്ളത്. അതെല്ലാം പണയം വെച്ച് ആണ് 2 കുട്ടികളെയും കെട്ടിച്ചു വിട്ടു. ഇപ്പം അനന്തപുരം ബാങ്കിൽ ഞാൻ കടക്കാരനാണ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലിപ്പം പലിശയിൽ ഒന്നും അടയ്ക്കാൻ കഴിയില്ലാതെ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം പോയി. ഇനി എന്തായിരുന്നാലും ആത്മഹത്യൻ്റെ വക്കിലാണ് ഞാൻ നിൽക്കുന്നത്. ജീവിതം നരകമാണ്, ജീവിക്കാൻ ഗത്യന്തരമില്ല. പിന്നെ ക്ഷേമ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ എനിക്കാണെങ്കിൽ മരുന്നിന് തന്നെ മാസം 2000 രൂപ വേണം. 40-50 വയസ്സായ ആൾക്കാരാണ്. ഇനി ഒരിടത്ത് നമുക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. ജോലിക്ക് നമ്മൾ എടുക്കുന്നുമില്ല. ഞാൻ എടുത്ത് പറയാൻ ഇപ്പോൾ BMSൻ്റെ യൂണിയൻ ഉണ്ടായിരുന്നു, CITൻ്റെ യൂണിയൻ ഉണ്ടായിരുന്നു. ഒരു പേപ്പർ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെ കേസെല്ലാം ഒത്തുതീർപ്പായിട്ട് ഈ സമരം ഇവിടെ പിൻവലിക്കണം, പിറ്റേ മാസം തന്നെ നിങ്ങളെ ശമ്പളം എല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രകോപിപ്പിച്ച ആ സമരം നമ്മൾ പിൻവലിച്ചു. അവർ പറഞ്ഞ അതേപടി നമ്മൾ കേട്ടു, സമരം പിൻവലിച്ചു. ഒരു മാസം തിരിച്ച് ജോലിക്ക് കയറുന്നതിന് ഭാഗമായിട്ട് ഇതുപോലെ തന്നെ ഘട്ടമായിട്ട് ആൾക്കാരെ പറഞ്ഞു വിട്ടു തുടങ്ങി. അവസാനം മൊത്തത്തിൽ എല്ലാവരും നിങ്ങളെ ഇനി നിർത്തൂല എന്നും പറഞ്ഞത് എല്ലാവരും അത് അവർ തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് പരിപാടിയായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങളെ പിരിച്ചു വിടുമ്പം മാന്യമായിട്ട് ലേബർ കമ്മീഷൻ ഓർഡർ വാങ്ങിക്കുകയോ ലേബർ ഓഫീസറെ അധികാരം വാങ്ങിക്കുകയോ കോടതി ഓർഡർ വാങ്ങിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഇവർ പിരിച്ചു വിട്ടത്. പ്രധാനമന്ത്രിയെങ്കിലും ഇത് നേരിട്ട് കണ്ട് ഇതിനൊരവസരം ഉണ്ടാക്കി ഞങ്ങളെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. BSNLന് പ്രൗഢിയുള്ള കാലത്ത് ജോലിക്ക് കയറിയതാണ്. ഇങ്ങനെ ജോലി നഷ്ടപ്പെടുമെന്നോ ജീവിതം ഇങ്ങനെ ഗതികേടിലാകുമെന്നോ അവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. പ്രേംശശിക്കൊപ്പം R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.